നാളെ വിഷുദിനമാണ്. വിഷുക്കണിയൊരുക്കി പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് വിഷുക്കൈനീട്ടവും വാങ്ങി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ അടുത്തുള്ള ദേവീക്ഷേത്രത്തിലോ ദർശനവും നടത്തി തിരികെ വന്ന് ഉച്ചയ്ക്ക് വിഷുസദ്യയുമൊക്കെ കഴിച്ച് ഈ വിഷുദിനം ഗംഭീരമാക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മളെല്ലാം. ഹൈന്ദവ ആഘോഷങ്ങൾ മിക്കതും കാർഷികോത്സവമാണ്. വിഷുവും കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടത് തന്നെ. ഓണം വിരിപ്പ് കൃഷിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ വിഷു വേനൽ പച്ചക്കറി വിളകളുമായി ബന്ധപ്പെട്ടാണ് ആചരിക്കുന്നത്. മണ്ണിൽ പൊന്നു വിളയിച്ച് അന്നം നൽകുന്ന കർഷകൻ ഈ കാലഘട്ടത്തിൽ പലവിധ ചൂഷണങ്ങൾക്ക് വിധേയരായി സ്വന്തം വിളകൾക്ക് മാന്യമായ വില കിട്ടാതെയും ഇടനിലക്കാരുടെ നെറുകെട്ട ഇടപെടലുകളിലും പെട്ട് നഷ്ടം നേരിട്ട് വിലപിക്കുമ്പോൾ അവർക്ക് ഒരു ചെറു താങ്ങുപോലും നൽകുവാൻ തയ്യാറാകാത്ത കാർഷിക വകുപ്പും വകുപ്പ് മന്ത്രിയും സന്നാഹങ്ങളും എല്ലാം കൂടി കർഷകനെ കൊടും പട്ടിണിയിലേക്കും ആത്മഹത്യയിലേക്കും തള്ളിവിടുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒരിക്കൽ കൂടി കാർഷികോത്സവമായ വിഷുദിനത്തിന് വരവേൽക്കുകയാണ്. ഐശ്വര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിൻ്റെയും ഉത്സവമാണ് വിഷു എന്നാണ് പറയപ്പെടുന്നത്. ഐശ്വര്യത്തിനായി കൂടുതൽ വിദേശി എന്നറിയപ്പെടുന്ന സ്വദേശി മദ്യഷോപ്പുകളും പ്രതീക്ഷയ്ക്കായി 365 ദിവസവും ആയിരക്കണക്കിന് ഭാഗ്യശാലികളെ സൃഷ്ടിക്കുന്ന ലോട്ടറിയും, പിന്നെ സമാധാനത്തിനായി സുലഭമായി സ്കൂൾ കുട്ടികൾക്ക് പോലും ലഭിക്കുന്ന പലവിധ മാരക മയക്കുമരുന്നുകളും കൊണ്ട് സമ്പുഷ്ടമായ മലയാള മണ്ണിലേക്ക് കിതച്ച് ഓടിയെത്തുകയാണ് വിഷു. പത്രത്താളുകളിലും ദൃശ്യമാധ്യമങ്ങളിലും മറ്റന്നാളത്തെ ഹൈലൈറ്റ്സ് മലയാളി വാങ്ങിക്കുടിച്ച മദ്യമെന്ന ഐശ്വര്യത്തിൻ്റെ അളവും വ്യാപ്തിയുമായിരിക്കും. ഇതിനിടയിൽ സാധാരണക്കാരായ നമ്മൾ ഈ ദുരിതക്കയത്തിൽ നിന്ന്, സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ ഇനി എത്ര ദൂരമെന്നറിയാൻ വിഷുഫലം കാത്തിരിക്കുന്നു. അടുത്ത കൊല്ലം എങ്ങനെയാണെന്നറിയാൻ. മീനമാസച്ചൂട് താങ്ങാൻ കഴിയാതെ കാലേകൂട്ടി പൂത്തിറങ്ങിയ കണിക്കൊന്ന പൂക്കൾ കൊഴിഞ്ഞു വീണ് മണ്ണോട് ചേർന്നു. അതുകൊണ്ട് തന്നെ ഉള്ള പൂക്കൾക്ക് മുടിഞ്ഞ വില നൽകേണ്ടി വരും എന്നതിൽ സംശയം വേണ്ട. കണിക്കൊന്ന പൂക്കൾ വിഷുക്കണിയിൽ നിർബന്ധമാണ്. ഐശ്വര്യസമ്പൂർണമായ, അതായത് പ്രകാശവും ധനവും ഫലവും ധാന്യങ്ങളും എല്ലാം ചേർന്ന വിഷുക്കണി കണ്ടുണരുമ്പോൾ പുതിയൊരു ജീവിത ചംക്രമണത്തിലേക്കുള്ള വികാസമാണത്രേ സംഭവിക്കുക. കച്ചവടമെന്നാൽ അവസരോചിതമാണ്. ലഭിക്കുന്ന അവസരം മുതലാക്കി ലാഭം കൊയ്യുക. കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലെയും ഉത്സവം നടക്കുന്നത് കുംഭം, മീനം, മേടം മാസങ്ങളിലാണ്. ഈ സമയം പൂക്കൾക്കും പൂജാദ്രവ്യങ്ങൾക്കും അമിതമായ വില തന്നെയാണ്. മുതലെടുപ്പുകളുടെ എക്കാലത്തെയും ഇരയാണ് ഹൈന്ദവർ. അതുകൊണ്ട് തന്നെ ഹൈന്ദവന്റെ ആരാധനാ ശൈലികളെയും അനുഷ്ഠാനങ്ങളെയും അധിക്ഷേപിക്കുന്ന മറ്റൊരു രാഷ്ട്രീയ മുതലെടുപ്പ് നാടകം ഇപ്പോൾ പരക്കെ അരങ്ങേറുന്നുണ്ട്. ജാതീയമായി ഹിന്ദുവിനെ വിഭജിച്ച് പല നിറത്തിലെ കൊടിക്കു കീഴെ അടിമകളായി നിലനിർത്തി അവൻ്റെ മതത്തെയും വിശ്വാസങ്ങളെയും നികൃഷ്ടമായി അധിക്ഷേപിച്ച് അവൻ്റെ പ്രതികരണശേഷിയുടെ പരീക്ഷണമാണ് നമുക്ക് ചുറ്റും ഇപ്പോൾ നടന്നു കാണുന്നത്. നമ്മുടെ ക്ഷേത്രങ്ങളെയും ആചാരങ്ങളെയും നശിപ്പിക്കുകയും അതിലൂടെ ഹിന്ദുവിനെ നശിപ്പിക്കുകയും ചെയ്യുക എന്ന അജണ്ട തിരിച്ചറിയേണ്ടത് നമ്മൾ ഹിന്ദുക്കളാണ്. ആ തിരിച്ചറിവില്ലെങ്കിൽ ചവിട്ടി നിൽക്കുന്ന മണ്ണ് ചോർന്നു പോകുവാൻ അധിക സമയം വേണ്ടിവരില്ല എന്ന തിരിച്ചറിവ് ഓരോ ഹൈന്ദവനും ഉണ്ടാകട്ടെ എന്നാണ് ഈ വിഷു ആശംസയിലൂടെ മന്ത്രയ്ക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി പുറകിൽ നിന്നും കണ്ണുപൊത്തി മുത്തശ്ശി നമ്മെ കൊണ്ടുപോയി കാണിക്കുന്ന വിഷുക്കണി കാണുവാൻ നമ്മളുണ്ടാവണം, മുത്തശ്ശിയും ഉണ്ടാവണം. കൈനീട്ടം നൽകുവാൻ മുത്തച്ഛനും അച്ഛനും, അത് വാങ്ങാൻ അനുജനും അനുജത്തിയും ഒക്കെ ഉണ്ടാവണം. ഈ കാടും പുഴകളുമൊക്കെ സംരക്ഷിക്കപ്പെടണം. കാരണം പ്രകൃതിയിലൂടെയാണ് ജീവൻ നിലനിൽക്കുന്നത്. പ്രകൃതി തന്നെയാണ് ജീവനും ഊർജവും ദൈവവും. എല്ലാ വിശ്വാസികൾക്കും മന്ത്രിയുടെ വിഷുദിനാശംസകൾ.